ഹൈക്കോടതി കർശന നിലപാട് സ്വീകരിച്ചിട്ടും മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ അന്വേഷണം ഇഴയ്ക്കുകയാണ് സംസ്ഥാന പോലീസ്. സജി ചെറിയാനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഇതുവരെയും കടന്നിട്ടില്ല. വിഷയം നിയമസഭാ സമ്മേളനത്തിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം. മന്ത്രി സജി ചെറിയാന്റെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ ഹൈക്കോടതി വിമർശനം കേട്ട ശേഷമാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചത്. കൊല്ലം ക്രൈംബ്രാഞ്ച് എസ് പി നേതൃത്വം നൽകുന്ന അന്വേഷണ സംഘം കഴിഞ്ഞ നവംബർ 28-ന് നിലവിൽ വന്നു. 47 ദിവസം കഴിഞ്ഞിട്ടും പ്രാഥമിക നടപടിക്രമങ്ങളിലേക്ക് പോലും അന്വേഷണ സംഘം കടന്നിട്ടില്ല. സജി ചെറിയാനെതിരെ കുറ്റം നിലനിൽക്കില്ലെന്ന പോലീസ് റിപ്പോർട്ടും ഈ റിപ്പോർട്ട് അംഗീകരിച്ച മജിസ്ട്രേറ്റ് റിപ്പോർട്ടും ഹൈക്കോടതി തള്ളിയിരുന്നു. ഈ സാഹചര്യത്തിൽ മന്ത്രിയുടെ മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനു പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം. അന്വേഷണ സംഘം രൂപീകരിച്ചത് കോടതിയലക്ഷ്യ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് നിലവിലത്തെ സാഹചര്യം. ഹൈക്കോടതി വിധിക്കെതിരെ മന്ത്രി അപ്പീൽ പോയിട്ടില്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണം പരമാവധി വൈകിപ്പിക്കുകയാണ് പോലീസ്. ബജറ്റ് സമ്മേളനത്തിനായി നിയമസഭ ചേരുമ്പോൾ വിഷയം സഭയിൽ ഉന്നയിക്കാനാണ് പ്രതിപക്ഷ നീക്കം. വിഷയത്തിൽ വീണ്ടും ഹൈക്കോടതി ഇടപെടലുണ്ടായാൽ അതും സർക്കാരിനെതിരെ ആയുധമാക്കും. അതേസമയം തിരിച്ചടി ഭയന്ന് വിധിക്കെതിരെ അപ്പീൽ നൽകുന്നത് വൈകിപ്പിക്കുകയാണ് മന്ത്രി സജി ചെറിയാൻ. വിഷയം ഭരണഘടനാ അധിക്ഷേപമായതിനാൽ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളാനാണ് സാധ്യത. അങ്ങനെയൊരു സാഹചര്യമുണ്ടായാൽ ധാർമ്മികത ഒരു പ്രാവശ്യം മതിയെന്ന നിലപാട് ആവർത്തിക്കാതെ രാജിവെക്കേണ്ടി വരും. ഇപ്പോൾ നൽകുന്ന പിന്തുണ നൽകാൻ CPM-നും കഴിയില്ല. അതിനാൽ തന്നെ കരുതലോടെ നീങ്ങുകയാണ് സജി ചെറിയാൻ. ജനം, തിരുവനന്തപുരം.